കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. അദ്ദേഹം ഇപ്പോഴാണ് എത്തിയത്. ചാണ്ടി ഉമ്മൻ സമീപമുണ്ട്. പരിപാടിയാകുമ്പോഴേക്കും താൻ എത്തില്ല എന്നുള്ള കാര്യം നേരത്തെ വി.ഡി. സതീശൻ ചാണ്ടി ഉമ്മനെ അറിയിച്ചിരുന്നതാണ്. ഇന്നത്തെ ദിവസം ദയവ് ചെയ്ത് വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ചാണ്ടി ഉമ്മൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ പുഷ്പാർച്ചന നടത്തി മുഖ്യമന്ത്രി നടക്കുന്നു. വി.ഡി. സതീശൻ പുതുപ്പള്ളിയിലെത്തിയ കാഴ്ചയാണ്. ചാണ്ടി ഉമ്മനുണ്ട്. രാവിലെ അനുസ്മരണ പരിപാടി കെ.സി. വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രിയും ചാണ്ടി ഉമ്മനും അദ്ദേഹം ഇപ്പോൾ തന്നെ മടങ്ങുമോ എന്നറിയില്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സാധ്യതയില്ല. KSU മുഖ്യമന്ത്രി വിവാദങ്ങൾക്കിടെയാണ് അദ്ദേഹം ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ അടുത്ത് സംസാരിച്ച് അവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനത്തിലെത്തിയിരിക്കുന്ന 3ാം ചരമവാർഷിക ദിനമാണ്. രാവിലെ നടന്ന അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നാണ് ചാണ്ടി വ്യക്തമാക്കിയത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു. ഋഷിപാലുണ്ട്. ഋഷിപാൽ, വി.ഡി. സതീശൻ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി മടങ്ങുകയാണോ? ഋഷിപാൽ, മുഖ്യമന്ത്രി ഉടൻ തന്നെ മടങ്ങുകയാണ്. അദ്ദേഹം എപ്പോൾ എവിടേക്കാണ് നീങ്ങിയിരിക്കുന്നത്? സ്മൃതി, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരുപക്ഷെ താഴെ നേരത്തെ നടന്ന അനുസ്മരണ പരിപാടിയുടെ വേദിയിലേക്ക് പോയേക്കുമെന്നാണ്. ഇപ്പോൾ ഈ പള്ളി കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിയിരിക്കുകയാണ്. അല്പം മുമ്പാണ് മുഖ്യമന്ത്രി എത്തിച്ചേർന്നത്. ഇവിടെ ഒട്ടേറെ പേരുണ്ട് മുഖ്യമന്ത്രിയെ കാത്ത്. നേരത്തെ തന്നെ തുടങ്ങിയ പരിപാടി അവസാനിച്ചിരുന്നില്ല. ആ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും ഇങ്ങോട്ടേക്ക് ഈ പള്ളി പരിസരത്തേക്ക് എത്തുകയും മുഖ്യമന്ത്രിക്കൊപ്പം ഇപ്പോൾ ആ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുകയും ചെയ്തു. ചാണ്ടി ഉമ്മനുണ്ട്, അതുപോലെ ജോസഫ് വാഴക്കൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളും ഉണ്ടായിരുന്നു. ഏറെ വൈകാതെ തന്നെ മുഖ്യമന്ത്രി ഒരുപക്ഷെ പുറത്തേക്കിറങ്ങും. ഇപ്പോൾ പള്ളി കമ്മിറ്റി ഓഫീസിലേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പുറത്തേക്കിറങ്ങുമ്പോൾ മറ്റു വിഷയങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അല്പം മുമ്പാണ് മാവേലിക്കരയിലെ പരിപാടി കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിയത്. രാവിലെ മുഖ്യമന്ത്രി മറ്റു പരിപാടികളിലായതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. രാവിലെ KSU വേണുഗോപാലാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിന് പിന്നാലെ ഏറെ വൈകാതെ തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി പുഷ്പാർച്ചന നടത്തി. നേരത്തെ തന്നെ പരിപാടിയിൽ എത്തില്ലെന്ന് അറിയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഓഫീസിൽ ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായും പുരോഹിതന്മാരുമായി സംസാരിക്കുകയാണ്. അതിനുശേഷം മറ്റൊരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ കോട്ടയത്ത് തന്നെ ഇനിയും 2 ഔദ്യോഗിക പരിപാടികളാണ് മുഖ്യമന്ത്രിക്കുള്ളത്. ആ പരിപാടിയിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി തിരിക്കും. ഇപ്പോൾ ചാണ്ടി ഉമ്മനൊപ്പം ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും ഉണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം. വലിയ ആൾക്കൂട്ടമുണ്ട്. കാരണം നേരത്തെ ഈ അനുസ്മരണ പരിപാടിയിൽ എത്തിച്ചേർന്ന ആളുകൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. വലിയൊരു ആൾക്കൂട്ടം ഈ മുഖ്യമന്ത്രി പുഷ്പാർച്ചന നടത്തുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കുകയുമുണ്ടായി. ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോൾ പള്ളി കമ്മിറ്റി ഭാരവാഹികളുമുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കോട്ടയത്തേക്ക് തിരിച്ചു പോകും. ശരി, കോട്ടയത്ത് ഇന്ന് മുഖ്യമന്ത്രിക്ക് വിവിധ പരിപാടികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം നീങ്ങിയിരിക്കുകയാണ് കുടുംബാംഗങ്ങളെ കാണാൻ.